മൊഡ്യൂൾ 1ൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് വരുന്നൊരു മെത്തേഡാണ് അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും നാളും സാധാരണ രീതിയിലുള്ള ഒരു നോർമൽ ബീം ഫ്രെയിം അതായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള കൺവെൻഷണൽ മെത്തേഡ്സ് ഉണ്ടല്ലോ, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, കാനീസ് മെത്തേഡ്, അതുപോലെ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ്, ഈ മെത്തേഡ്സ് ഒന്നും അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി കാനീസ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നില്ല, പക്ഷേ ആ മെത്തേഡ് വെച്ചാൽ നമുക്കത് ചെയ്യാം. പക്ഷേ കുറേയധികം കമ്പ്യൂട്ടേഷണൽ എഫേർട്സ് ആവശ്യമുള്ളത് കാരണം കൊണ്ട് നമ്മൾ കൂടുതലും ആ മെത്തേഡ് യൂസ് ചെയ്യാറില്ല. ഒരു ക്വിക്ക് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അപ്രോക്സിമേറ്റ് മെത്തേഡ്സാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി 2 ടൈപ്പിലാണ് നമുക്ക് അപ്രോക്സിമേറ്റ് മെത്തേഡിൽ അനാലിസിസ് വരുന്നത്. അതെന്തിനെ ബേസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡുകളെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളുടെ കയ്യിലുള്ള ഏത് സ്ട്രക്ചറാണെങ്കിലും ആ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യാൻ വരുന്ന 2 ടൈപ്പ് ഓഫ് ലോഡ്സ് എന്ന് പറയുന്നത് ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലും ആണ്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് ലോഡ്സിനെ അനലൈസ് ചെയ്യാൻ 2 ടൈപ്പ് ഓഫ് തന്നെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇനി വെർട്ടിക്കൽ ലോഡാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ, വെർട്ടിക്കൽ ലോഡിൻ്റെ അനാലിസിസ് ആണ് വരുന്നതെങ്കിൽ നമുക്കവിടെ എന്തൊക്കെ ലോഡ്സ് ആയിരിക്കും വരാം? ഡെഡ് ലോഡ് വരാം, ലൈവ് ലോഡ് വരാം. ഇനി ഡെഡ് ലോഡിൻ്റെ ലൈവ് ലോഡിൻ്റെ ഒരു കോമ്പിനേഷനും വരാം. അവിടെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു വിൻഡ് ലോഡ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്നത് 3 മെത്തേഡാണ്. ഒന്ന് പോർട്ടൽ ഫ്രെയിം മെത്തേഡ്, രണ്ടാമത് ക്യാൻറ്റിലിവർ മെത്തേഡ്, മൂന്നാമത്തത് ഫാക്ടർ മെത്തേഡ്. ഈ 3 മെത്തേഡിൽ പോർട്ടൽ ഫ്രെയിം മെത്തേഡും ക്യാൻറ്റിലിവർ മെത്തേഡുമാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു വെർട്ടിക്കൽ ലോഡിൻ്റെ അനാലിസിസ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഒക്കെ നമുക്ക് വരയ്ക്കാനും വരും. അത് ഈ 2 ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഫ്ലോറിൽ നിന്ന് അടുത്തൊരു ഫ്ലോറിലേക്ക് മൊമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ മൊമെൻറ്റിനെ നമുക്ക് നെഗ്ലിജിബിൾ ആക്കാം. അതായത് നമുക്ക് ആ വാല്യൂമായിട്ടൊരു ബന്ധമില്ല, ആ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ആ വാല്യൂനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോർ ടു ഫ്ലോർ ആയിട്ട് അനലൈസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതാണ് നമുക്ക് വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം നമ്മൾ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പിക്കൽ പ്ലെയിൻ ഫ്രെയിം കൺസിഡർ ചെയ്യാം. ഇതിൽ വരുന്നത് ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, സെക്കൻഡ് ഫ്ലോർ ഉണ്ട്, തേർഡ് ഫ്ലോർ ഉണ്ട്, ഒരു റൂഫും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി 2 കോളംസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബേ എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ 3 ബേസ് വരുന്നുണ്ട്, 4 സെറ്റ് ഓഫ് കോളംസ് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മുകളിലേക്ക് കുറേ ബീംസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പോയിൻറ്റ്സിനെയും 1 to 20 വരെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം വരയ്ക്കണേന്ന് നോക്കാം. ഒരു റൂഫ് സ്ലാബാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ റൂഫ് സ്ലാബ് എന്ന് പറയുന്നത് 1, 2, 3, 4 ഉള്ളതാണ് ഈ റൂഫ് സ്ലാബ് എന്ന് പറയുന്നത്. അതാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള 5, 6, 7, 8 കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഏകദേശം മിഡ് പോയിൻറ്റിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൊരു അങ്ങനെ ഒരു ഇമാജിനറി ലൈൻ നമ്മളവിടെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തത് കിട്ടും. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം എന്ന് പറയുന്നത് 1, 2, 3, 4. അതിൽ നമ്മൾ അതിൻ്റെ എൻഡ്സ് എന്താക്കി കൊടുക്കുക? ഫിക്സഡ് ആക്കി കൊടുക്കുക. ആണ് റൂഫ് സ്ലാബിൻ്റെ വരുന്നത്. ഇനി സെക്കൻഡ് ഫ്ലോർ, ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ് വരിക. 9, 10, 11, 12 എന്നുള്ള കേസാണ്. അത്രയും ബീംസാണ് വരിക. 9 to 12 വരെയുള്ള ബീംസും അതിൻ്റെ മുകളിലും താഴെയുമായിട്ടുള്ള കോളംസിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ വരച്ചേക്കുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ 2ൻ്റെയും സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുന്ന രീതിയിൽ, ടോപ്പ് ഫ്ലോറിലെ സെൻറ്ററും ബോട്ടം ഫ്ലോറിലെ സെൻറ്ററും കട്ട് ചെയ്യുന്ന രീതിയിലല്ലേ ഈ സെയിം സാധനം തന്നെ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിമായി. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. അതിൽ നിന്ന് ആദ്യത്തെ ലൈൻ, രണ്ടാമത്തെ ലൈൻ, മൂന്നാമത്തെ ലൈൻ, നാലാമത്തെ ലൈൻ വരച്ചു. ഇനി ഈ 2 എൻഡ്സിലും നമ്മൾ എന്ത് ചെയ്യുക? ഫിക്സഡ് ആയിട്ട് കൊടുക്കുക. ഇവിടെ വരുന്ന എല്ലാ സപ്പോർട്ട് കണ്ടീഷൻസും നമ്മൾ ഫിക്സഡ് ആക്കി കൊടുത്തിട്ട് ഇവിടെ 9, 10, 11, 12 മാർക്ക് ചെയ്തു. ഇനി ഇതെന്ന് പറയുന്നത് 13ൻ്റെ എൻഡായിരിക്കും. ഇത് 14, ഇത് 15, ഇത് 16. അതുപോലെ മുകളിലേക്ക് വരുമ്പോൾ 8, 7, 6, 5 അങ്ങനെയായിരിക്കും വരാം. ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് ഫിഗർ വരുന്നതെന്നുള്ളത്. ഇതുപോലെ ആയിരിക്കും വരാം. നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല എങ്കിൽ കൂടെ നമുക്കവിടെ 9, 10, 11, 12 എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ എഴുതണം. അത് നമ്മൾ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് എഴുതണം. മുകളിലേക്കുള്ള റൂഫിൻ്റെ അല്ലെങ്കിൽ റൂഫല്ല, അതിന് തൊട്ട് മുകളിലുള്ള ഫ്ലോറിൻ്റെ
പോർഷനും നമ്മൾ കൺസിഡർ ചെയ്യണം, തൊട്ട് താഴെയുള്ള പോർഷനും കൺസിഡർ ചെയ്യണം. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ഫ്രെയിം അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളെപ്പോഴും അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ പല പല കണ്ടീഷൻസ് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കണ്ടീഷൻസ് വരും. ആ കണ്ടീഷൻസ് വെച്ച് ഇതിൽ വരുന്ന ഡെഡ് ലോഡിൻ്റെയും ലൈവ് ലോഡിൻ്റെയും പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇനി ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാം.